നിന്നിലലിയാൻ ഭാഗം 2. രചന ശ്രീലക്ഷ്മി അമ്പാട്ടുപറമ്പിൽ. ബെഡിൽ ലാപ്പ് ഓണാക്കി വെച്ചുകൊണ്ട് അത്യാവശ്യം എന്തൊക്കെയോ മെയിൽസ് ചെക്ക് ചെയ്യുവാണ് സഞ്ജയ്. അവനൊരു നോർമൽ ടീഷർട്ടും ട്രാക്ക് പാൻറ്റുമാണ് ധരിച്ചത്. അവൾ വാതിലിൽ ഒന്ന് നോക്ക് ചെയ്തുകൊണ്ട് അകത്തേക്ക് കയറി. കയ്യിൽ നിറഞ്ഞ പാൽ ഗ്ലാസുമായി ലക്ഷ്മി ദേവിയെപ്പോലൊരു പെണ്ണ്. അവനവളെ വീണ്ടും കണ്ണെടുക്കാതെ നോക്കി നിന്നു. എന്തൊക്കെയോ മാറ്റങ്ങൾ സ്വയം സംഭവിക്കുന്നുണ്ടെന്ന് മനസ്സിലായെങ്കിലും അവൻ അവളെ നോക്കിയൊന്ന് നേർമയെ പുഞ്ചിരിച്ചു. ഇതാരുടെ പണിയാ? മുത്തശ്ശിയാണോ അതോ അമ്മയോ? അവൻ്റെ ആ ചോദ്യത്തിൽ അമ്മ എന്നൊരു മറുപടിയായിരുന്നു അവളിൽ നിന്ന് വന്നത്. എങ്കിൽ ഉറപ്പാണ് മുത്തശ്ശിയുടെ കൈകൾ ഇതിന് പിന്നിലുണ്ട്. അവൾ ചിരിച്ചുകൊണ്ട് ബെഡിനോരം ചേർന്നിരുന്നു. എന്നാലും എനിക്കിതൊക്കെ ഒരു സ്വപ്നം പോലെ തോന്നുവാ. ഞാൻ അത്രമാത്രം ആഗ്രഹിച്ചിട്ടുണ്ട് ഈ ഒരു നിമിഷം. അവൻ്റെ ആ വാക്കുകളിൽ അവളുടെ മുഖം കുനിഞ്ഞുപോയി. അവൾക്കടുത്തേക്ക് ചേർന്നിരുന്ന് താഴ്ന്നു പോയ മുഖം മെല്ലെ പിടിച്ചുയർത്തുമ്പോൾ അവൻ ഏറെ നന്ദി പറഞ്ഞത് ദൈവത്തോടാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ചോദിക്ക്. എന്നെ എപ്പോഴാ ആദ്യമായി കണ്ടത്? ഞാൻ ഇതിനു മുൻപ് ഒരിക്കൽ പോലും കണ്ടതായി ഓർക്കുന്നില്ല. അവളുടെ മുഖത്ത് പതിവ് നിഷ്കളങ്കതയാണ് ചോദ്യം ചോദിക്കുമ്പോൾ. ഒപ്പം ഉത്തരമറിയാനൊരാകാംക്ഷയും. അതെല്ലാം ഒരു കഥ പോലെ ഞാൻ ഒരിക്കൽ പറഞ്ഞു തരാം. തൽക്കാലം താൻ ഇതൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഫ്രഷായി കിടക്കാൻ നോക്ക്. മുഖം കണ്ടാലേ അറിയാം നല്ല ക്ഷീണമുണ്ടെന്ന്. അവൾ ഡ്രസ്സ് മാറാനായി ഡ്രസ്സിംഗ് റൂമിലേക്ക് നടക്കും മുൻപ് അവൻ്റെ പിൻവിളി വന്നു. എന്തായാലും താൻ ഇത്രയും നന്നായി ഒരുങ്ങി വന്നതല്ലേ? അവൻ പറഞ്ഞു പൂർത്തിയാക്കും മുൻപേ ഒരു വിറയൽ അവളിലൂടെ കടന്നുപോയി. പെട്ടെന്നുള്ള അവളുടെ ഭാവമാറ്റവും ആ മനസ്സിൽ അവൾ എന്താവും ഇപ്പോൾ ചിന്തിച്ചതെന്നും എല്ലാം അവനെ ഏകദേശം ധാരണ കിട്ടി. അവൻ്റെ മുഖത്തൊരു കള്ളച്ചിരി വിരിഞ്ഞു. അങ്ങനല്ല, നമുക്കൊരു സെൽഫി എടുത്താലോ? അവൾക്ക് ആശ്വാസം. റൂമിൻ്റെ ഒരു വാളിൻ്റെ പകുതിയും കണ്ണാടി വരുന്നൊരു ഭാഗമുണ്ട്. അവൻ അവളെ ചേർത്ത് പിടിച്ച് ഒരു മിറർ ഫോട്ടോ എടുത്തു. ഇനി പോയി ഡ്രസ്സ് മാറി വന്ന് കിടക്ക്. അവൾ ഡ്രസ്സ് മാറി വരുമ്പോൾ അവൻ ബാൽക്കണിയിൽ ആരോടോ ഫോണിൽ സംസാരിച്ചുകൊണ്ട് നിൽപ്പുണ്ട്. അവൾ ബെഡിൻ്റെ ഒരു ഓരം ചേർന്ന് കിടന്നുകൊണ്ട് മെല്ലെ കണ്ണുകൾ അടച്ചു. രാവിലെ മുതലുള്ള അലച്ചിലും ക്ഷീണവും അത് കാരണമാകാം കിടന്നതറിയാതെ അവൾ ഉറങ്ങി. അവൻ ഫോൺ സംഭാഷണം അവസാനിച്ചു മടങ്ങി വന്നപ്പോൾ അവൾ ഉറക്കം പിടിപ്പിച്ചിരുന്നു. രണ്ട് കൈയും കവിളിനടിയിൽ വെച്ച് ചുണ്ടൽപ്പം പിളർത്തി ഒരു വികൃതിക്കുട്ടിയുടെ ഭാവത്തോടെ കിടന്നുറങ്ങുന്നവളോട് അവൻ ആ നിമിഷം പറഞ്ഞറിയിക്കാനാവാത്ത വിധം വാത്സല്യം തോന്നിപ്പോയി. അവളുടെ കാൽച്ചുവട്ടിൽ കിടന്ന ബ്ലാങ്കറ്റ് എടുത്ത് അവളെ പുതപ്പിച്ചു. ശേഷം AC അല്പം കുറച്ചിട്ടുകൊണ്ട് അവൾക്ക് എതിർവശത്തായി അവനും കിടന്നു. ആ സമയം അവൻ ഓർക്കുകയായിരുന്നു അവളെക്കുറിച്ച്. അവളെ ആദ്യമായി കണ്ട ദിവസം. അന്നവൻ അമേരിക്കയിൽ ബിസിനസ് റിലേറ്റഡായ ഒരു കോഴ്സ് ചെയ്യുന്ന സമയം. നിന്ന് തിരിയാൻ കഴിയാത്തത്ര തിരക്ക്. ആ സമയത്താണ് മുത്തശ്ശി വക ഫോൺ കോൾ. ഇക്കൊല്ലം മനക്കലെ ഉത്സവത്തിന് വന്നേ പറ്റൂ. ഇപ്രാവശ്യം വന്നില്ലാച്ചാൽ ഇനി ഒരിക്കലും ഇങ്ങോട്ട് വരണ്ടാന്ന്. കാര്യം നാട്ടിൽ നിന്ന് യൂസിലേക്ക് പോയി വർഷം 2 അതിനിടയിൽ തന്നെ പല ബിസിനസ് ആവശ്യങ്ങൾക്കായി ഒരുപാട് തവണ വന്നു പോയതുകൊണ്ട് വീണ്ടും വരാൻ അവനൊരു മടിയായിരുന്നു. പിന്നെ മുത്തശ്ശി വിളിച്ചു പറഞ്ഞതിൻ്റെ പേരിൽ സർപ്രൈസായി വന്നതാണെന്ന്. അന്ന് മനക്കലെ ഉത്സവത്തിൻ്റെ അവസാന ദിവസമായിരുന്നു. ഒന്ന് കിടന്നിട്ട് എണീറ്റ് ഫ്രഷായി കൂട്ടുകാർക്കൊപ്പം അമ്പലത്തിലേക്ക് പോയതാണവൻ. മഞ്ഞയും പച്ചയും കളർ കോമ്പിനേഷനിൽ ഭരതനാട്യത്തിൻ്റെ വേഷത്തിൽ കാലിൽ ചിലങ്കി അണിഞ്ഞ് ഉത്സവപ്പറമ്പിൽ നിൽക്കുന്നൊരു പെൺകുട്ടി. അവളിൽ മിഴികൾ ഉടക്കാൻ അധിക നേരം വേണ്ടി വന്നില്ല അവന്. അവനെപ്പോലെ തന്നെ അവിടെ നിന്ന് പല ആളുകളും അവളെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എന്തോ ഒരു പ്രത്യേകത, അതെന്താണെന്ന് മാത്രം അറിയില്ല. കൂട്ടുകാർക്കൊപ്പം സംസാരിച്ച് നിന്നവൻ പതിയെ അവൾ പോകുന്ന വഴിയെ പോയി, അവൾ പോലും അറിയാതെ. അവിടെ ബലൂൺ വിൽക്കുന്ന അന്യസംസ്ഥാന തൊഴിലാളിയുടെ കുട്ടിയുടെ കൈയും പിടിച്ച് ഉത്സവപ്പറമ്പിൽ നിർത്തിയിട്ടിരിക്കുന്ന ഐസ്ക്രീം വണ്ടിയുടെ അടുത്തേക്ക് പോകുന്നവളെ നോക്കി അവൻ അല്പദൂരത്തിൽ മാറി നിന്നു. ചേട്ടാ, 2 കോൺ ഐസ്ക്രീം. അവൾ ഐസ്ക്രീംകാരനോട് പറഞ്ഞു. 60 രൂപ. അവളുടെ കയ്യിലേക്ക് ഐസ് കൊടുക്കുന്നതിനൊപ്പം അയാളും പറഞ്ഞു. അവളുടെ മുഖത്തൊരു നിരാശ.
ഒരെണ്ണം മതി. മെല്ലെ അതും പറഞ്ഞ് കയ്യിലേക്ക് വാങ്ങി ഒരു ഐസ്ക്രീം തിരികെ നൽകി അവൾ. കയ്യിലിരുന്ന 40 രൂപയിൽ നിന്ന് 30 രൂപ അയാൾക്ക് നേരെ നീട്ടി അവൾ നടന്നുപോയി. ഇത് വാവ കഴിച്ചോട്ടോ. കയ്യിലിരിക്കുന്ന ഒരു ഐസ്ക്രീം ആ കുട്ടിക്ക് നൽകി അവൾ നടന്നു. അവനെന്തോ ആലോചിച്ച് ചുറ്റും നോക്കുമ്പോൾ അവളില്ല. പൊടുന്നനെ അവൻ്റെ കണ്ണുകളെ നിരാശ ബാധിച്ചു. മനസ്സില്ലാ മനസ്സോടെ അവൻ കൂട്ടുകാർക്കിടയിലേക്ക് നടന്നു. പിന്നെയും കുറച്ചു സമയം കഴിഞ്ഞപ്പോഴാണ് അവളുടെ പ്രോഗ്രാം സ്റ്റേജിൽ കണ്ടത്. കണ്ണിമ ചിമ്മാതെ നോക്കി നിന്നുപോയി അവൻ ആ നിമിഷം. ഇതേതളിയായി പെണ്ണ്? കൂടെ നിന്ന് കൂട്ടുകാരിൽ ആരോ ചോദിച്ചപ്പോൾ അവനും ചെവി വട്ടം പിടിച്ചു. ആരാണേലും പെങ്കൊച്ചു കൊള്ളാം. ആ കമൻറ്റിൽ അവൻ്റെ മുഖം ചുളുങ്ങി. എടാ, നിനക്കറിയില്ലേ പെണ്ണിനെ? കൂട്ടുകാരൻ അമൽ പെട്ടെന്ന് ചോദിച്ചപ്പോൾ സഞ്ജുവിനൊരു പകപ്പായിരുന്നു. എനിക്കോ? എടാ, ഇത് നിന്റെ വീട്ടിലെ കാര്യസ്ഥൻ്റെ മോളാ. അയാളുടെ 2ാമത്തെ മോളാണെന്ന് തോന്നുന്നു. ആ, എനിക്കറിയില്ല. സാമട്ടിൽ പറഞ്ഞെങ്കിലും അവൻ്റെ ഉള്ളം തുള്ളിച്ചാടി. പിന്നീട് മനക്കിലെ ഉത്സവം കഴിഞ്ഞ് അവൻ മടങ്ങിപ്പോയെങ്കിലും മനസ്സ് ആ ഒരുവളി കുരുങ്ങിക്കിടന്നു. ദിവസങ്ങളും മാസങ്ങളും കടന്നു പോകവേ മനസ്സിലവൾ പടർന്നു പിടിക്കുന്നതവൻ അറിഞ്ഞു. അതിൻ്റെ പ്രധാന കാരണം പിന്നീടങ്ങോട്ട് ഓരോ പെൺകുട്ടികളെ പല സ്ഥലങ്ങളിലായി കാണുമ്പോൾ ആദ്യം മനസ്സിലേക്ക് കടന്നു വരുന്ന മുഖം അവളുടേതായി മാറി. അവൻ US നിന്ന് നാട്ടിലേക്ക് പോകും മുമ്പേ ഗായത്രിയുടെ മകൾ അവനെ പ്രപ്പോസ് ചെയ്തു. അവന് പ്രത്യേകിച്ച് ഇഷ്ടക്കേടുകളൊന്നുമില്ലായിരുന്നു അവളോട്. എങ്കിലും അവളോട് പറഞ്ഞു നാട്ടിൽ പോയിട്ട് വന്നിട്ട് ഒരു മറുപടി പറയാമെന്ന്. US തന്നെയാണ് അവനെയും MBBS പഠിക്കുന്നത്. അവരിരുവരും താമസിക്കുന്നതും ഒരേ അപ്പാർട്ട്മെൻറ്റിലെ 2 റൂമുകളിലാണ്. പക്ഷെ നാട്ടിലേക്കുള്ള യാത്രയ്ക്ക് ശേഷം അവൻ അവളോടൊന്നും ഒളിച്ചില്ല. അവൻ ആ ദിവസവും ഓർത്തെടുത്തു. അന്ന് സഞ്ജു നാട്ടിൽ നിന്ന് വരുന്നതിനാൽ അവന് വളരെ സന്തോഷവതിയായിരുന്നു. പതിവ് പോലെ അവനെ എയർപോർട്ടിൽ നിന്ന് കൂട്ടാൻ പോയതും അവളാണ്. അവനീ സഞ്ജുവിന് നല്ലൊരു സുഹൃത്തും കൂടിയാണ്. അവളോടെല്ലാം തുറന്നു പറയാൻ തന്നെ അവൻ തീരുമാനിച്ചു. അന്ന് വൈകുന്നേരം അപ്പാർട്ട്മെൻറ്റിൻ്റെ ബാൽക്കണിയിലിരുന്ന് ചായ കുടിക്കുന്നതിനിടയിൽ അവൻ സംസാരത്തിനായി തുടക്കം കുറിച്ചു. അവനി, ഞാൻ പറയുന്നത് നീ പോസിറ്റീവ് സെൻസിലെടുക്കണം. അവൻ പറഞ്ഞു തുടങ്ങിയപ്പോഴേ അവൾക്ക് അപകടം മണത്തു. ഞാൻ നാട്ടിൽ പോയപ്പോൾ അവിടെ ഉത്സവത്തിന് ഒരു പെൺകുട്ടിയെ കണ്ടു. എനിക്കറിയില്ല ഞാൻ പറയുന്നത് ശരിയാണോന്ന്. ഈ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നൊക്കെ പറയില്ലേ, അങ്ങനൊരു മൊമെൻറ്റ്. അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. അവനത് കണ്ടു, പക്ഷെ കാണാത്ത പോലെ നടിച്ചു. കാരണം ഇതൊരു റിയാലിറ്റിയാണ്. അവളത് അക്സെപ്റ്റ് ചെയ്തേ പറ്റുമെന്നൊരു ദൃഢനിശ്ചയമായിരുന്നു അവൻ്റെ മനസ്സിൽ. ഞാൻ പ്രണയം പറഞ്ഞൊന്നുമില്ല, പക്ഷെ കണ്ടപ്പോൾ തോന്നി ആ കുട്ടിയെ വിവാഹം കഴിക്കണമെന്നൊക്കെ. സഞ്ജുവേട്ടൻ, അവൾ ആ ചെറിയ കുട്ടിക്ക് ഐസ്ക്രീം വാങ്ങി കൊടുക്കുന്നത് കണ്ടാണോ അവളോട് ഇഷ്ടം തോന്നിയത്? ഇതൊക്കെ ഒരാളെ ഇഷ്ടപ്പെടാൻ ഒരു കാരണമാണോ? അവൻ അവളെ കണ്ടതു മുതലുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവനിൽ നിന്ന് ആ ചോദ്യം വന്നു. ഇനിയിപ്പോൾ അങ്ങനെ ആണേ തന്നെ അതൊരു നല്ല ക്വാളിറ്റി അല്ലേ? അവളുടെ സ്ഥാനത്ത് നീ ആയിരുന്നെങ്കിൽ അങ്ങനെ ചെയ്യോ? ഞാനെന്തിന് കണ്ട ഭിക്ഷക്കാരുടെ മക്കൾക്കൊക്കെ ഭക്ഷണം വാങ്ങി നൽകണം? അവർക്ക് കഴിക്കാൻ കൊതിയുണ്ടെങ്കിൽ അവർ കഷ്ടപ്പെട്ട് ഭിക്ഷ എടുത്തു വാങ്ങണം, അല്ലാതെ ഞാൻ അധ്വാനിച്ചതിൽ നിന്ന്. പറഞ്ഞു പൂർത്തിയാക്കും മുമ്പ് അബദ്ധം പിടിഞ്ഞതുപോലെ അവൾ സംസാരം നിർത്തി. എന്തിനാ നിർത്തിയത്? ബാക്കി കൂടി പറയൂ. ഇതാണ് എനിക്ക് അവളെ ഇഷ്ടപ്പെടാൻ തോന്നിയ ഒരേയൊരു റീസൺ, അവളുടെ ക്യാരക്ടറിൻ്റെ ക്വാളിറ്റി. ഇനി അവൾ ഏതൊരു സാഹചര്യത്തിൽ ജീവിക്കുന്നവളായാലും ശരി, എനിക്ക് അവളെപ്പോലെ ഒരു പെൺകുട്ടിയാണ് വേണ്ടത്. സൗന്ദര്യം, പണം, പ്രശസ്തി ഇതൊക്കെ നമുക്ക് എങ്ങനെ നേടിയെടുക്കാം. പക്ഷെ നമ്മുടെ ക്യാരക്ടർ, മറ്റുള്ളവരോടുള്ള പെരുമാറ്റം, ഇതൊന്നും പൈസ കൊടുത്ത് വാങ്ങാൻ പറ്റില്ല. ഇതൊക്കെ ജന്മസിദ്ധമാണ്. അവളുടെ ക്യാരക്ടർ കൊണ്ട് നമ്മളെ എല്ലാവരേക്കാളും എത്രയോ മുകളിലാണവൾ. അവനിക്ക് തല പെരുക്കുന്നുണ്ടായിരുന്നു അവളെക്കുറിച്ചുള്ള അവൻ്റെ വർണ്ണനകൾ. പക്ഷേ മറുത്തൊന്നും പറഞ്ഞ് അവൻ്റെ മുമ്പിൽ നിന്ന് എണീറ്റ് പോകാൻ കഴിയാതെ അവൾ അവിടെ തന്നെ ഇരുന്നു. എനിക്ക് വിഷമമുണ്ട്, എങ്കിലും സാരില്ല. സഞ്ജുവേട്ടൻ ഇഷ്ടമുള്ള ഒരാളെ കിട്ടിയല്ലോ. അവൻ്റെ മുമ്പിൽ അങ്ങനെയൊക്കെ സംസാരിച്ചെങ്കിലും അവളുടെ മനസ്സിൽ അയാളോട് പകയായിരുന്നു. അന്നേ ദിവസം വൈകുന്നേരം അവൾ സ്വാമിനാഥനെ വിളിച്ചു. ഒരു പൊട്ടിക്കരച്ചിലോടെ അവൾ സംസാരത്തിന് തുടക്കം കുറിച്ചു. നടന്ന കാര്യങ്ങളെല്ലാം അവൾ പറഞ്ഞു. നീ വിഷമിക്കേണ്ട മോളെ, എല്ലാം നമ്മുടെ പ്ലാനിങ് പോലെ തന്നെ നടക്കും. മനക്കിലെ പാരമ്പര്യ സ്വത്തൊന്നും
ഉത്സവപ്പറമ്പ് നിരങ്ങി നടക്കുന്ന ഒരുത്തി കൊണ്ടുപോകില്ല. ഇത് നിനക്ക് അച്ഛൻ തരുന്ന വാക്കാണ്. ആ സമാധാനത്തിലായിരുന്നവൾ. അവളിൽ നിന്നുള്ള കേട്ടറിവുകൾ വെച്ച് അയാൾ ആ പെൺകുട്ടി ആരാണെന്ന് കണ്ടുപിടിച്ചു. കല്യാണം മുടക്കാനുള്ള പണി 18 പയറ്റിയിട്ടും അയാൾക്കതിന് സാധിച്ചില്ല. അപ്രതീക്ഷിതമായി നാട്ടിലേക്ക് വന്ന ശേഷമാണ് സഞ്ജയ് വിവാഹത്തെപ്പറ്റി സംസാരിക്കുന്നതും വിവാഹം നടത്തിയെടുക്കുന്നതും. അത്ര നാളും അവനെയും സ്വാമിനാഥനും വിചാരിച്ചു വെച്ചത് സഞ്ജയ് ആ ഇഷ്ടങ്ങളൊക്കെ മറന്നുവെന്നാണ്. പക്ഷെ അവിടുത്തെ കോഴ്സ് തീർത്ത് നാട്ടിൽ പോയി എല്ലാവരെയും കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞ് പോയവൻ വിവാഹം കഴിച്ചിട്ട് വരുമെന്ന് അവനെയും തീരെ പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ട് തന്നെ അവൻ്റെ കല്യാണം അവൾക്കൊരു ഷോക്കായിരുന്നു. പിറ്റേ ദിവസം രാവിലെ 5 മണിക്ക് സഞ്ജയ് എക്സസൈസ് ചെയ്യാൻ എഴുന്നേൽക്കുമ്പോൾ ചിലങ്ക നല്ല ഉറക്കത്തിലാണ്. രാത്രി എങ്ങനെയാണോ കിടന്നത് അതിൽ നിന്ന് ഒരു കടുകിട അനങ്ങാതെ അതേ കിടപ്പ് തന്നെയാണവൾ. അവളെ ഉണർത്താതെ ലൈറ്റ് പോലും ഇടാതവൻ ജിം റൂമിലേക്ക് പോയി. രാവിലെ അവൾ എഴുന്നേറ്റ് വരുമ്പോഴേക്കും നേരെ 7 മണിയോടടുത്തു. വെപ്രാളത്തിൽ ബെഡിൽ നിന്ന് എഴുന്നേറ്റവൾക്ക് എല്ലാം ഒന്ന് മനസ്സിലായി വരാൻ അല്പസമയമെടുത്തു. റൂമിലവൻ അപ്പോഴും ലാപ്പിൽ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവളുടെ ഈ വെപ്രാളമൊക്കെ കാണുമ്പോൾ അവന് ചിരി വരുന്നുണ്ട്. എന്തുപറ്റി ചിലങ്ക? അത് ഞാൻ ഉറങ്ങിപ്പോയി. അറിയാതെ വീട്ടിലെ ഓർമ്മയിൽ. അവൾ വാക്കുകൾ പെറുക്കിക്കൂട്ടി എന്തൊക്കെയോ പറഞ്ഞൊപ്പിക്കാൻ ശ്രമിച്ചു. സാരമില്ല, അതിന് ചിലങ്ക എന്തിനാ വെപ്രാളം കാണിക്കുന്നേ? ഇത് തൻ്റെ കൂടെ വീടാണോ? അവൻ്റെ വാക്കുകളൊന്നും അവൾക്ക് ആശ്വാസം നൽകിയിരുന്നില്ല. ധൃതിയിൽ കയ്യിൽ കിട്ടിയതെന്തോ എടുത്ത് വേഗം അവൾ കുളിക്കാൻ കയറി. ഞൊടിയിടയിൽ കുളിച്ചൊരുങ്ങി താഴേക്ക് വന്നു. ധൃതിയിൽ സ്റ്റെപ്പിറങ്ങി വരുന്നവളെ നോക്കി എന്തൊക്കെയോ കുശൂഷിത്തുകൊണ്ട് നിൽക്കുകയാണ് സൗദാമിനിയും സാവിത്രിയും. അതേ, ഇവിടെ ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്. അടുക്കളയിലേക്ക് നടക്കാൻ തുടങ്ങിയവൾ പിടിച്ചു കെട്ടിയതുപോലെ അവിടെ നിന്നു. ഇതൊരു വീടാണ്, അല്ലാതെ ഹോസ്റ്റലൊന്നുമല്ല. ഇങ്ങനെ തോന്നുമ്പോൾ എഴുന്നേറ്റ് വരാനും പോകാനും. അവളെ ഇപ്പോഴും അവർക്കാർക്കും സഞ്ജയുടെ ഭാര്യയായി സങ്കല്പിക്കാൻ പോലും ആകുമായിരുന്നില്ല. അവളിപ്പോഴും ആ പഴയ കാര്യസ്ഥൻ ചന്ദ്രൻ്റെ മകളാണ്. അതുതന്നെയാണ് അവരുടെയൊക്കെ മനസ്സിലും. ചിലങ്ക വരൂ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. സഞ്ജയുടെ മുഴക്കമുള്ള സ്വരത്തിൽ ചിലങ്കയും അതുപോലെ തന്നെ സൗദാമിനിയും സാവിത്രിയും ഒന്നും ഭയന്നു. പറഞ്ഞത് എന്തേലും അവൻ കേട്ട് കാണുമോ? സൗദാമിനി സാവിത്രിയോട് ചോദിച്ചു. മിണ്ടാതെ നിൽക്ക്, അവൻ കേട്ടെങ്കിൽ ഇങ്ങനെ ആയിരിക്കില്ല പ്രതികരിക്കുന്നത്. ചിലങ്ക സഞ്ജയ്ക്കൊപ്പം ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ബാക്കിയുള്ളവരാരും കഴിക്കുന്നില്ലേ? അവരൊക്കെ നേരത്തെ കഴിച്ചു. ഞാൻ തനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നാ. അവൻ്റെ കണ്ണിലെ പ്രണയം അതിലേക്ക് നോക്കിയവൾ പുഞ്ചിരിച്ചു. അപ്പോഴാണ് പ്രിയയും സച്ചിയും അങ്ങോട്ടേക്ക് വന്നത്. മോനെ, നിങ്ങൾ രണ്ടുപേരും കൂടി നാളെ ചിലങ്കയുടെ വീട്ടിൽ പോകണം. അങ്ങനൊരു ചടങ്ങുണ്ടല്ലോ. അതിനെന്താമ്മേ, നാളെ തന്നെ പോകാം. അങ്ങനെയാണെങ്കിൽ മറ്റന്നാൾ മുതൽ ചിലങ്കയ്ക്ക് കോളേജിലും എനിക്ക് ഓഫീസിലും പോകാമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ട്രിപ്പൊന്നും പോകണ്ടേ? വേണം, പക്ഷെ ഇപ്പോഴല്ല. ചിലങ്കയ്ക്ക് സെം ബ്രേക്ക് വരട്ടെ, അപ്പോൾ പോകാം. തൽക്കാലം സ്റ്റഡീസിന് ഇമ്പോർട്ടൻസ് കൊടുക്കാം. ട്രിപ്പൊക്കെ എപ്പോൾ വേണേലും പോകാമല്ലോ. നിന്റെ തീരുമാനം അങ്ങനെയെങ്കിൽ അതുതന്നെ മതി. മോൾക്ക് എതിരഭിപ്രായമൊന്നും ഇല്ലല്ലോ? ഇല്ലമ്മേ, സെമിസ്റ്റർ എക്സാമിന് ഇനി 3 മാസങ്ങൾ കൂടിയുള്ളൂ. അതുകൊണ്ട് തന്നെ ക്ലാസ് മിസ്സാക്കാനും പറ്റില്ല. നിങ്ങളുടെ രണ്ടുപേരുടെ അഭിപ്രായം എങ്ങനെയാണോ അതുതന്നെ ചെയ്താൽ മതി. അവിടെ ചിലങ്കയ്ക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. അലക്കാനുള്ളതെല്ലാം ബാത്റൂമിൽ ബാസ്ക്കറ്റിലിടും. അതെല്ലാം ഒരു ചേച്ചി വന്ന് എടുത്തുകൊണ്ട് പോകും. അടുക്കളയിലും സഹായത്തിന് 2-3 പേരുണ്ട്. റൂമിലെ ബാൽക്കണിയിൽ ഇളമ്പയിൽ സ്ഥാനം പിടിച്ചു. കൈവരിയിൽ ചാരി ഗാർഡനിലേക്ക് നോക്കി നിൽക്കുകയാണ് ചിലങ്ക. അപ്പോഴാണ് സഞ്ജയ് അങ്ങോട്ടേക്ക് വന്നത്. നമുക്കൊന്ന് പുറത്തു പോയാലോ? നാളെ തൻ്റെ വീട്ടിലും പോയിട്ട് മറ്റന്നാൾ മുതൽ കോളേജിൽ പോകണ്ടേ? എന്തെങ്കിലും സാധനങ്ങളുണ്ടെങ്കിൽ ഇന്ന് പോയി വാങ്ങാം. എനിക്ക് പ്രത്യേകിച്ചൊന്നും വാങ്ങാനില്ല. കോളേജിൽ കൊണ്ടുവന്നുള്ള ബാഗും ബുക്സുമൊക്കെ നാളെ വീട്ടിൽ പോകുമ്പോൾ എടുത്തിട്ട് വരാം. അല്ലാതെ പ്രത്യേകിച്ചൊന്നും വേണ്ട. എനിക്ക് വെറുതെ പുറത്തേക്കൊന്ന് പോകാം, അതിന് കുഴപ്പമില്ലല്ലോ. മറുപടിയായി അവൾ തലയാട്ടി. അപ്പോഴേക്കും അവൻ ബാൽക്കണിയിൽ നിന്ന് റൂമിലേക്ക് നടന്നിരുന്നു. അതെ ചേട്ടാ. അവളുടെ ആ വിളിയിൽ തിരികെ നടക്കുന്നവൻ്റെ ചുണ്ടിൽ ഒരു ചിരി വന്നെങ്കിലും അത് മറച്ചു വെച്ചുകൊണ്ട് അവൻ അവളെ തിരിഞ്ഞു നോക്കി. അമ്മയെ വിളിക്കാൻ ഫോണൊന്ന് തരാവോ? തൻ്റെ ഫോൺ ഇന്നലെ അമ്മയൊന്നും വന്നപ്പോൾ കൊണ്ടുവന്നില്ലേ? അവൾ അല്പം മടിയോടെ നിന്നു.
പിന്നെ മെല്ലെ പറഞ്ഞു, എനിക്ക് ഫോണില്ല, പക്ഷേ അച്ഛൻ വാങ്ങിത്തരാമെന്ന് പറഞ്ഞതാ. ഞാനാ വേണ്ടെന്ന് പറഞ്ഞേ. അതെന്തേ? അത് അച്ഛൻ വാങ്ങിത്തരാമെന്ന് പറഞ്ഞപ്പോൾ ചിന്നിച്ചേച്ചിയുടെ ഫോൺ കയ്യിൽ നിന്ന് വീണ് പൊട്ടി. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് വേണ്ട, അത് ചേച്ചിക്ക് കൊടുത്തോളാൻ. ആണോ, ഓക്കെ. അവൻ്റെ ഫോൺ അവൾക്ക് നേരെ നീട്ടി. അവൾ അതിൽ നിന്ന് പത്മയെ വിളിച്ചു. കുറച്ചു നേരേ സംസാരിച്ചുള്ളൂ. അവൻ്റെ ഫോണായതുകൊണ്ട് ഒരുപാട് നേരം സംസാരിച്ചാൽ അവന് ഫോൺ ആവശ്യം വന്നാലോ എന്നോർത്ത് അത്യാവശ്യം കാര്യങ്ങൾ പറഞ്ഞ് അവൾ ധൃതിയിൽ കോൾ കട്ട് ചെയ്തു. ഫോൺ എന്നിട്ട് അവനെ തിരികെ ഏൽപ്പിച്ചു. ഇത്ര വേഗം സംസാരിച്ചു കഴിഞ്ഞോ? എങ്കിൽ റെഡിയാക്ക്, നമുക്ക് പുറത്തു പോയിട്ട് വരാം. ലഞ്ച് പുറത്തുനിന്ന് കഴിക്കാം. അതിന് മറുപടിയായി തലയാട്ടിക്കൊണ്ട് അവൾ വാർഡ്രോബിൽ നിന്നൊരു ഫ്ലോറൽ പ്രിൻറ്റിംഗ് വരുന്ന ഫ്രോക്കും എടുത്ത് ഡ്രസ്സിംഗ് ഏരിയയിലേക്ക് പോയി. അവൾ ഡ്രസ് മാറി വന്ന സമയം കൊണ്ട് അവനും വേഷം മാറി. ഇരുവരും താഴേക്ക് ഇറങ്ങി വരുമ്പോഴാണ് മുത്തശ്ശിയെ കണ്ടത്. സഞ്ജു. അവനെയാണ് വിളിച്ചതെങ്കിലും രണ്ടുപേരെ നോക്കിയാണ് സംസാരിച്ചു തുടങ്ങിയത്. വൈകിട്ട് കാവിൽ പോയി വിളക്ക് വെക്കണം, രണ്ടാളും. രാവിലെ ആയിരുന്നു അതൊക്കെ ചെയ്യേണ്ടിയിരുന്നത്. അത് പറഞ്ഞതും ചിലങ്കയുടെ തല താഴ്ന്നു. അവൾ എഴുന്നേൽക്കാൻ വൈകിയെന്ന് പറയാതെ പറഞ്ഞതാണവർ. പോകാം മുത്തശ്ശി, ഇപ്പം ഞങ്ങൾ പുറത്തേക്ക് പോകാൻ ഇറങ്ങിയതാണ്. പോയിട്ട് വാ. പോകാൻ ഇറങ്ങിയപ്പോൾ പ്രിയയോടും ഗായത്രിയോടും പറഞ്ഞിട്ട് ചിലങ്കയും അവനൊപ്പം നടന്നു. ആദ്യം തന്നെ മാളിലേക്കാണ് അവൻ അവളെയും കൊണ്ട് പോയത്. അവരുടെ ഫാഷൻ സ്റ്റോറിൽ അവളെ വിട്ടിട്ട് ഒരു കോൾ ചെയ്യാനായി അവൻ അല്പം മാറി നിന്നു. തിരികെ വരുമ്പോൾ കാര്യമായിട്ടൊന്നും തന്നെ അവളുടെ ബാസ്ക്കറ്റിലില്ല. അവളായിട്ടൊന്നും തിരഞ്ഞെടുക്കില്ലെന്ന് മനസ്സിലാക്കി അവിടെ കണ്ട ഡ്രസ്സുകളിൽ നിന്ന് നല്ലതെന്ന് തോന്നിയ കുറച്ചധികം വസ്ത്രങ്ങൾ അവളുടെ കയ്യിലിരുന്ന ബാസ്ക്കറ്റിലിട്ടു. വേറെന്തെങ്കിലും വേണോ? വേണ്ട. ആ മറുപടി പ്രതീക്ഷിച്ചതിനാൽ അവന് പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല. പിന്നീട് അവളെയും കൊണ്ട് പോയത് അവൾക്ക് ഫോൺ മേടിക്കാനാണ്. ആപ്പിളിൻ്റെ ലേറ്റസ്റ്റ് ഫോണ് 17 Pro Max വാങ്ങിയപ്പോൾ അവളുടെ കണ്ണുകൾ ഇപ്പോൾ പുറത്തു വരുമെന്ന അവസ്ഥയിലായി. ഇതാർക്കാ? എനിക്കാ? അല്ല, എൻ്റെ ഭാര്യയ്ക്ക്. ആദ്യം ആശ്വാസം വന്നവളുടെ മുഖത്ത് ഇപ്പോൾ ഞെട്ടലാണ്. വേണ്ടായിരുന്നു. പിന്നെ ഞാൻ ഓഫീസിൽ പോകുമ്പോൾ തനിക്ക് അത്യാവശ്യം ആരെങ്കിലും വിളിക്കണമെങ്കിൽ താൻ എന്തു ചെയ്യും? അവൻ്റെ ആ ചോദ്യത്തിൽ അവൾക്ക് ഉത്തരം മുട്ടി. പിന്നീട് അവർ പോയത് ജ്വല്ലറിയിലേക്കാണ്. അവൻ അങ്ങോട്ടേക്ക് കയറും മുമ്പ് അവൾ അവൻ്റെ കൈകളിൽ പിടിമുറുക്കി. എനിക്കൊന്നും വേണ്ട, പ്ലീസ്. ചിലങ്കി ഇപ്പോഴും എന്നെ ഒരു അന്യനായിട്ടാണോ കാണുന്നത്? അല്ല. അവൻ്റെ കൈകളിൽ കോർത്ത അവളുടെ പിടി അയഞ്ഞു. അവളുടെ കണ്ണുകളിൽ നിസ്സംഗത. അവളുടെ മനസ്സിലൂടെ ഇപ്പോൾ കടന്നു പോകുന്ന ഓരോ ചിന്തകളും അവൻ അവളുടെ മുഖത്തു നിന്നും വായിച്ചെടുക്കാൻ കഴിയുന്നുണ്ടായിരുന്നു. അവൻ നേരെ അവളെയും കൊണ്ടുപോയത് ഡയമണ്ട് സെക്ഷനിലേക്കാണ്. സിമ്പിൾ ഡയമണ്ട് ചെയിനുകളിലേക്കാണ് അവൻ്റെ ശ്രദ്ധ. അത് മനസ്സിലാക്കിയതും അവൾ മെല്ലെ പറഞ്ഞു, എനിക്ക് മാലയുണ്ട്. കോളേജിൽ പോകുമ്പോഴും ഡെയിലി യൂസിനും പറ്റിയതെടുക്ക്. ഈ കഴുത്തി കിടക്കുന്നത് ഭയങ്കര വലുതല്ലേ? പിന്നീടത് തനിക്ക് തന്നെ ബുദ്ധിമുട്ടാകും. ഒടുക്കം നിർവാഹമില്ലാതെ അവൾ ഒരു മാല ചൂസ് ചെയ്തു. അവൻ അപ്പോഴേക്കും അതിന് മാച്ചിങ് ആയിട്ടുള്ള സ്റ്റഡ്സും ബാംഗിൾസും പിന്നെ ഒരു റിങ്ങും കൂടി വാങ്ങി. അവൾക്ക് എന്തെങ്കിലും പറയാൻ കഴിയും മുമ്പേ അവൻ ബില്ലും പേ ചെയ്തിറങ്ങി. ഉച്ചക്കത്തെ ലഞ്ചും കഴിച്ച് ഏകദേശം വൈകുന്നേരത്തോടെയാണ് അവർ വീട്ടിലെത്തിയത്. പോയ കാര്യങ്ങളും വാങ്ങിയ സാധനങ്ങളുമെല്ലാം പ്രിയയെ കാണിച്ചുകൊണ്ടവൾ. അതിനൊപ്പം എന്തൊക്കെയോ പരാതി പോലെ പറയുന്നുമുണ്ട്. ഞാൻ പറഞ്ഞതാമ്മേ, ഇത്രയും സാധനം ഒന്നും വേണ്ടെന്ന്. ഇതിപ്പോൾ എന്തോരം പൈസയാ. കാശുണ്ടെന്ന് വെച്ച് ഇങ്ങനെ ചിലവാക്കാൻ പാടുണ്ടോ? അവളുടെ പരാതി കേട്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുവാണ് പ്രിയ. ചെറിയ കുട്ടികൾ അമ്മമാരോട് വന്ന് പരാതി പറയും പോലെയാണ് അവർക്ക് തോന്നിയത്. അല്പനേരം കഴിഞ്ഞിട്ടും പ്രിയയുടെ മറുപടി വരാതെ അവൾ പ്രിയയുടെ മുഖത്തേക്ക് നോക്കി. പിന്നെ അവളുടെ കണ്ണുകൾ സഞ്ചരിച്ച വഴിയെ നീങ്ങി. അവരുടെ ഡോറിനടുത്ത് കൈ രണ്ടും കെട്ടി കഥകൾ ചാരി ചിലങ്കയുടെ സംസാരം ശ്രദ്ധിച്ചു നിൽക്കുകയാണ് സഞ്ജയ്. കഴിഞ്ഞോ പരാതി പറച്ചിൽ? മറുപടിയായി അവൾ ഒന്ന് ചമ്മി ചിരിച്ചു. മെല്ലെ അവൾ കവറുകൾ ഓരോന്നെടുത്തുകൊണ്ട് അവരുടെ റൂമിലേക്ക് നടന്നു. എല്ലാ സാധനങ്ങളും ഭംഗിയായി കബോർഡിലേക്ക് അടുക്കി വെച്ചു. പിന്നൊന്ന് കുളിച്ചു വന്നപ്പോഴേക്കും കാവിൽ വിളക്ക് വയ്ക്കാൻ സമയം.
മിതമായ ഒരുക്കങ്ങളിൽ കറുപ്പിൽ ചുവപ്പ് ബോർഡുള്ള ഒരു ധാവണി ഉടുത്തു. അവൾ നടന്നു വന്നപ്പോൾ എപ്പോഴത്തെയും പോലെ അവൻ കണ്ണെടുക്കാതെ തന്നെ നോക്കി നിന്നു. മനക്കിലെ കാവ്, നിറയെ മരങ്ങളും വള്ളിപ്പടർപ്പും കിളികളുടെ കരച്ചിലും. അങ്ങനെ വല്ലാത്തൊരു അന്തരീക്ഷമാണ് അവിടെ. അവൾ ആദ്യമായിട്ടാണ് അവിടേക്ക് പോകുന്നത്. ഇത് കുടുംബവക കാവാണ്. പുറത്തുനിന്നുള്ളവരാരും അവിടെ കയറാറില്ല. മനക്കിലെ കാവിയിൽ ദേവിയുടെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രം പോലൊന്ന് പുറത്തുണ്ട്. അവിടെ വെച്ചാണ് അവരുടെ വിവാഹം നടന്നത്. അവിടുത്തെ ഉത്സവമാണ്. നാടൊട്ടുക്കെ ആഘോഷമായവർ നടത്തും. അവൾ എന്തൊക്കെയോ ചിന്തകളിലാണ്ട് അങ്ങനെയും നിന്നു. കാവിലാകമാനം അങ്ങിങ്ങായി പരന്നു കിടക്കുന്ന മഞ്ചാടി മണികൾ അതവളുടെ ശ്രദ്ധ ആകർഷിച്ചു. കാവിൽ വിളക്ക് വെച്ച് തൊഴുത് കൽവിളക്കിൽ തിരിയിട്ട് ദീപം തെളിയിച്ച് നേരം ഇരുട്ടിയാണവർ വീട്ടിലേക്ക് ചെന്നത്. പിന്നീട് രാത്രി ഭക്ഷണം കഴിച്ച് ഉറങ്ങാൻ കിടന്നു. പിറ്റേന്ന് രാവിലെ അവൾ നേരത്തെ എഴുന്നേറ്റു. ആ സമയത്ത് തന്നെയാണ് ആദിത്രയും എഴുന്നേറ്റ് വന്നത്. കുറേ നേരം ചിലങ്കി അവളോട് സംസാരിച്ചിരുന്നു. വീട്ടിലേക്ക് പോകും വഴി പ്രിയ പറഞ്ഞതനുസരിച്ച് പലഹാരങ്ങളും വീട്ടിലുള്ളവർക്കെല്ലാം വസ്ത്രവും അവർ കരുതിയിരുന്നു. ചന്ദ്രനും പത്മയും ചിഹ്നവും പിന്നെ ചന്ദ്രൻ്റെയും പത്മയുടെയും സഹോദരങ്ങൾ അവരൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അവൾ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം എല്ലാവരെയും ഏൽപ്പിച്ചു. സഞ്ജയ് അവളുടെ അമ്മാവന്മാരോടും അച്ഛനോടും സംസാരിച്ചുകൊണ്ട് ഹോളിലിരുന്നു. ചിലങ്ക ആ സമയം അടുക്കളയിൽ പത്മയുടെ അടുത്തേക്ക് ചെന്നു. ചിന്മയും അവിടെ തന്നെ ഉണ്ടായിരുന്നു. ചിന്മയുടെ കണ്ണുകൾ ആകെ മൊത്തത്തിൽ ചിലങ്കയെ വീക്ഷിക്കുകയാണ്. അവൾ ഇട്ടിരുന്ന ഡ്രസ്സിലേക്കും അവളുടെ കഴുത്തിൽ കിടന്ന മാലയിലേക്കും കയ്യിലെ വളകളിലേക്കും, എന്തിനേറെ പറയുന്നു അവളുടെ തോളിൽ കിടന്ന സൈഡ് ബാഗിൻ്റെ ബ്രാൻഡ് വരെ അവൾ ആ സമയം നോക്കിക്കൊണ്ട് നിന്നു. ഇടയ്ക്ക് എപ്പോഴോ സഞ്ജുവിൻ്റെ അമ്മ ചിലങ്കയെ വിളിച്ചു, അവരെത്തിയോന്നറിയാൻ. ആ സമയത്താണ് ചിന്മയി ചിലങ്കയുടെ പുതിയ ഫോൺ കാണുന്നത്. ഐഫോണോ? സഞ്ജുവേട്ടൻ വാങ്ങി തന്നതാ. എനിക്ക് ഫോണില്ലെന്നറിഞ്ഞപ്പോൾ. ഈ കഴുത്തിലൊക്കെ കിടക്കുന്നത് ഡയമണ്ട് ആണോ? അതിനു മറുപടിയായി അവളൊന്ന് ചിരിച്ചുകൊണ്ട് തലകുലുക്കി. നിന്റെ സമയം, അല്ലാതെ എന്തു പറയാനാ? അതെന്താ ചിന്നിച്ചേച്ചി അങ്ങനെ പറഞ്ഞേ? അല്ല, ഈ ദാരിദ്ര്യത്തിൽ നിന്ന് നിനക്കെങ്കിലും മോചനം കിട്ടില്ലോ, അതോർത്ത് പറഞ്ഞതാ. അല്ല, സഞ്ജയ്ക്ക് വേറെ ആരെങ്കിലും ഉണ്ടോ? ചേട്ടനോ മറ്റോ? ഉണ്ടെങ്കിൽ പറ, ഞാനും കൂടി പ്രേമിക്കാം അവനെ. അതാവുമ്പോൾ കുടുംബം രക്ഷപ്പെടുമല്ലോ, അതും പെട്ടെന്ന് തന്നെ. പറഞ്ഞിട്ട് തമാശയാണെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാകാനായി വെറുതെ നിന്ന് ചിരിക്കുകയാണ് ചിന്മയി. പക്ഷേ അവളുടെ സംസാരത്തിലെ ദ്വയാർത്ഥം അത് പെട്ടെന്ന് തന്നെ പത്മയ്ക്ക് മനസ്സിലായി. ചിലങ്കയും വല്ലാതായി അവളുടെ ആ സംസാരത്തിൽ. ചിന്മയി പതിയെ അവിടെ നിന്ന് റൂമിലേക്ക് നടന്നു. ഹോളിൽ ചന്ദ്രനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സഞ്ജയിൽ അവളുടെ മിഴികൾ ഉടക്കി. സുന്ദരൻ, അവൾ മനസ്സിൽ പറഞ്ഞു. അവനൊരു ചിരി സമ്മാനിച്ച് റൂമിലേക്ക് നടന്നു. റൂമിലെ കണ്ണാടിയിൽ സ്വന്തം പ്രതിബിംബത്തിലേക്ക് നോക്കി നിൽക്കുന്നവളുടെ മിഴികളിൽ മറ്റെന്തോ ഭാവം. എല്ലാം കൊണ്ടും ചിലങ്കയേക്കാൾ എത്രയോ മുൻപിലാണ് താന്. അവളേക്കാൾ ഒരു പൊടിക്ക് നിറം കൂടുതൽ തനിക്കാണ്. അവളേക്കാൾ സൗന്ദര്യം, അവളേക്കാൾ മിടുക്കി, പഠനത്തിലും മറ്റെല്ലാ കാര്യത്തിലും. എന്നിട്ടും സൗഭാഗ്യങ്ങളെല്ലാം അവൾ ഒരുത്തിക്ക് മാത്രം. നാശം പിടിച്ചവൾ. അവൾ മനസ്സിൽ അതും പറഞ്ഞ് തിരിയുമ്പോൾ മുൻപിൽ ചിലങ്ക. നീയോ? തൻ്റെ മുഖത്തെ ഭാവം അവൾ കണ്ടു കാണുമെന്ന് ഭയത്താൽ ചിന്മയി മുഖത്ത് കുറച്ചധികം സ്നേഹം വാരി വിതറി. ഞാൻ ചേച്ചിക്കിത് തരാൻ വന്നതാ. കയ്യിലിരുന്ന ഒരു ബ്രാൻഡഡ് വാച്ച് അവൾ ചിന്മയ്ക്ക് നേരെ നീട്ടി. ഇത് ചേച്ചിക്കാം. മുഖത്തൊരു പുഞ്ചിരി വരുത്തി അവൾ അത് വാങ്ങിയെങ്കിലും അവളുടെ നോട്ടം അത്രയും ചിലങ്കയുടെ കയ്യിൽ കിടന്ന ഡയമണ്ട് വളയിലാണ്. ഇത് നല്ല ഭംഗിയുണ്ട്, നീ ഇതൊന്ന് ഊരിക്കേ, ഞാനൊന്ന് ഇട്ടു നോക്കട്ടെ. വാച്ച് അവിടെ മേശപ്പുറത്ത് വെച്ച് അവൾ വളയ്ക്കായി കൈ നീട്ടി. കൊള്ളാം, നല്ല ഭംഗിയുണ്ടല്ലേ? നിന്റെ കൈയേക്കാൾ ഇത് ചേരുന്നത് എൻ്റെ കൈക്കാണ്, നിനക്ക് തോന്നില്ലേ? വള ഇട്ടു നോക്കി ആസ്വദിച്ച് നിൽക്കുന്നവൾ ചിലങ്കിയിൽ നിന്ന് എന്തൊക്കെയോ പ്രതീക്ഷിച്ചു. ഈ വാച്ചിന് പകരം എനിക്കും ഇതുപോലൊരു വള മതിയായിരുന്നു. അവളുടെ ആ സംസാരത്തിൽ ചിലങ്കിയുടെ മുഖം പതിയെ മങ്ങി. അത് മനസ്സിലാക്കിയ ചിന്മയി തുടർന്നു. 2 ദിവസം കൊണ്ടേ
നീ ഒരുപാട് മാറിപ്പോയ പോലെ തോന്നുന്നു എനിക്ക്. അതെന്താ ചേച്ചി അങ്ങനെ പറഞ്ഞേ? അല്ല, മുൻപായിരുന്നെങ്കിൽ നിന്റെ എന്തേലും സാധനം എനിക്കിഷ്ടപ്പെട്ടെങ്കിൽ നീ പറയുമായിരുന്നു ചേച്ചി എടുത്തോളാൻ. ഇതിപ്പോൾ ഡയമണ്ടൊക്കെ കണ്ടപ്പോൾ നിന്റെ കണ്ണ് മഞ്ഞളിച്ചു പോയോ? അർത്ഥം വെച്ച് ചോദിക്കുന്നവളെ പകപ്പോടെ നോക്കി നിന്നുപോയി ചിലങ്ക. മുൻപത്തെ പോലെയാണോ ചേച്ചി ഇപ്പോൾ? ഇത് നമ്മുടെ അച്ഛൻ വാങ്ങി തന്നതാണ്. സന്തോഷത്തോടെ ഞാൻ ചേച്ചിക്ക് തന്നെ. ഇതങ്ങനാണോ? സഞ്ജു ചേട്ടൻ വാങ്ങി തന്നതല്ലേ? ചേട്ടൻ എന്തിനാ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? ചേച്ചിയിട്ട് എന്തിനാ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? ഈ പെണ്ണിൻ്റെ ഒരു കാര്യം ഒരു തമാശ പറയാനും പറ്റില്ലേ? നീ ഈ വള കയ്യിലേക്കിട്ടേ, എന്നിട്ട് അമ്മമ്മയുടെ അടുത്തേക്ക് ചെല്ല്. കാര്യങ്ങൾ കൈവിട്ടു പോകുന്നായപ്പോൾ ചിന്മയെ അതുവരെ പറഞ്ഞതെല്ലാം തമാശയാക്കി മാറ്റി. മുറിക്ക് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ചിന്മയ്ക്ക് വന്ന മാറ്റത്തെപ്പറ്റി ഓർക്കുവാണ് ചിലങ്ക. ഹാളിൽ ഫോൺ നോക്കിയിരിക്കുന്നവനിൽ അവളുടെ മിഴികൾ തങ്ങി. അവൾ അവൻ്റെ അടുത്തേക്ക് ചെന്നിരുന്നു. എന്തുപറ്റി? മുഖം വല്ലാതിരിക്കുന്നു. ഏയ്, കുറച്ചു കഴിഞ്ഞാൽ തിരികെ പോകണമല്ലോ എന്നോർത്തപ്പോൾ. അവൾ എന്തൊക്കെയോ പറഞ്ഞൊപ്പിക്കാൻ ശ്രമിച്ചു. പറയാനുള്ള അവളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയതും അവൻ ആ വിഷയം മാറ്റിക്കളഞ്ഞു. പത്മ ഒരുക്കിയ സദ്യയും കഴിച്ചാണ് അവരൊന്ന് മടങ്ങിപ്പോയത്. പോകുമ്പോൾ അവൾക്ക് നാളെ കോളേജിൽ കൊണ്ടുപോകാനുള്ള ബാഗും മറ്റ് സാധനങ്ങളും എല്ലാം എടുത്തു. അവൾ നാളെ മുതൽ കോളേജിൽ പോയി തുടങ്ങുന്നുവെന്നറിഞ്ഞപ്പോൾ ചന്ദ്രനും പത്മയ്ക്കും ഒരുപാട് സന്തോഷമായി. ഈ വിവാഹത്തിൻ്റെ പേരിൽ അവളുടെ പഠിത്തം ഉഴപ്പിപ്പോകുമോ എന്നൊരു ഭയം അവർക്കുള്ളിലുണ്ടായിരുന്നു. അപ്പോഴാണ് അതിനൊരു അറുതി വന്നത്. അന്നേ ദിവസം വൈകുന്നേരം സഞ്ജയ്ക്കൊപ്പം ഗാർഡനിലിരിക്കുവാണ് ചിലങ്ക. വീട്ടിൽ പോയി വന്നപ്പോൾ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നു, തൻ്റെ മുഖത്ത് എന്തൊക്കെയോ മാറ്റം. ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോഴുള്ള സന്തോഷം തിരികെ വന്നപ്പോൾ ഇല്ലാത്ത പോലെ. സംസാരത്തിന് തുടക്കം കുറിച്ചത് സഞ്ജയാണ്. ചേട്ടനും തോന്നാ. ചിലങ്ക അവൻ്റെ ആ വിളിയിൽ മുഖം കുനിച്ചു വെച്ചവൾ തലയുയർത്തി അവനെ നോക്കി. കള്ളം പറയുന്നത് എനിക്കിഷ്ടമല്ല. സത്യം പറയാൻ താല്പര്യമില്ലെങ്കിൽ തനിക്ക് ആ വിഷയത്തെപ്പറ്റി സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞാൽ മതി. പിന്നെ ഞാനൊന്നും ചോദിക്കാൻ വരില്ല. പക്ഷെ കള്ളം പറയുന്നത് ഞാൻ അറിയുന്ന ചിലങ്ക അങ്ങനൊരു കുട്ടിയല്ലെന്നാണ് എൻ്റെ വിശ്വാസം. അത് തെറ്റിക്കരുത്. അതുപോലെ തന്നെ നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരാണ് എന്ന് വെച്ചാൽ രണ്ടുപേർക്കും രഹസ്യങ്ങളൊന്നും പാടില്ലെന്നല്ല. പക്ഷേ മാക്സിമം കാര്യങ്ങൾ പരസ്പരം ഷെയർ ചെയ്യണം. ചിലപ്പോൾ തൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള വിഷമങ്ങൾക്ക് എനിക്ക് പരിഹാരം കണ്ടെത്താൻ കഴിയുമെങ്കിൽ, ഇനി അത് തിരിച്ചാണെങ്കിലോ എൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ തനിക്ക് കഴിയുമെങ്കിലോ? അവൻ പറഞ്ഞു കൊടുത്ത കാര്യം മനസ്സിലായതുപോലെ അവൾ തലകുലുക്കി. വലിയ പ്രത്യേകതകളൊന്നുമില്ലാതെ തന്നെ അന്നേ ദിവസം കടന്നുപോയി. നാളെ കോളേജിൽ കൊണ്ടുപോകാനുള്ള ബാഗും സാധനവും അടുക്കി വെക്കുവാണ് ചിലങ്ക. സഞ്ജയ് ഫോണിൽ എന്തൊക്കെയോ നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് ഡോറിൽ ആരോ തട്ടും പോലെ ഒരു ശബ്ദം കേട്ടത്. പോയി വാതി തുറന്നത് ചിലങ്കയാണ്. ആ, ഏട്ടത്തി. അവൾക്കൊപ്പം പ്രായം തോന്നിക്കുന്ന ഒരു ചെക്കൻ. ഞെട്ടിപ്പകച്ചുകൊണ്ട് അവൾ സഞ്ജയെ തിരിഞ്ഞു നോക്കി. അവനും അപ്പോഴാണ് സഞ്ജയ് റൂമിലിരിക്കുന്നത് കണ്ടത്. താഴെ അവൻ്റെ കാർ കാണാഞ്ഞതുകൊണ്ട് അവൻ എവിടെയെങ്കിലും പോയി കാണുമായിരിക്കുമെന്ന ധൈര്യത്തിൽ വന്നതാണവൻ. സഞ്ജയ് കണ്ടതും അവൻ കാറ്റഴിച്ചുവിട്ട ബലൂൺ പോലെയായി. അത് മനസ്സിലായതും സഞ്ജയ് ബാൽക്കണിയിലേക്ക് നടന്നു. എന്നെ മനസ്സിലായോ? അവൻ്റെ ആ ചോദ്യത്തിൽ മറുപടിയായി ചിലങ്കി ഒന്ന് തലകുലുക്കി. എങ്കിൽ പറ, ആരാ? അഭിഷേകല്ലേ? എൻ്റെ ഏട്ടത്തി. അവനവളുടെ കൈപിടിച്ച് കുലുക്കി. ഡാ, പേര് വിളിച്ചാൽ മതിയടാ, നമ്മുടെ ഏച്ചാ. എവിടുന്നോ ഓടിപ്പാഞ്ഞു എന്ന് ആദിത്രി പറഞ്ഞു. ആദിത്രിയുടെ ട്വിൻ ബ്രദർ അഭിഷേകായിരുന്നു അത്. അവരുടെ കല്യാണം കഴിഞ്ഞ് ഫുഡും കഴിച്ച് ഫ്രണ്ട്സിനൊപ്പം ട്രിപ്പ് പോയതാണവൻ. നാളെ കോളേജിൽ പോകേണ്ടത് കൊണ്ടാണ് ഇന്നവൻ തിരിച്ചു വന്നതും. അവർ കുറേ നേരം സംസാരിച്ചു. നിങ്ങളുടെ കോളേജിലേക്ക് ഇവിടുന്ന് ഒരുപാട് ദൂരമുണ്ടോ? 3/4 മണിക്കൂറുണ്ട്. എങ്ങനെ പോകും? ബസ്സിലാ? അല്ല ചിങ്കു, കാറിലാ. ഇവൻ ഡ്രൈവ് ചെയ്യും. ആദിത്രിയാണ് പറഞ്ഞത്. ചിങ്കു എങ്ങനെ പോണേ? എൻ്റെ കോളേജിലേക്ക് ഇവിടുന്ന് നടക്കാവുന്ന ദൂരമേ ഉള്ളൂ. എൻ്റെ വീട്ടിലായിരുന്നപ്പോൾ 10-20 മിനിറ്റ് നടക്കാനേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടുന്നാണേൽ ഒരു അരമണിക്കൂർ കാണുമായിരിക്കും. ഇനി എന്തിനാ നടന്നു പോന്നെ? നമ്മൾ ആ വഴിക്കല്ലേ, നമുക്ക് ഒന്നിച്ചു പോകാം.
അവൾ മറുപടിയായി സന്തോഷത്തോടെ തലകുലുക്കി. കുറേ നേരം വർത്താനം പറഞ്ഞിട്ടാണ് അവർ പോയത്. അവർ പോയി കഴിഞ്ഞപ്പോൾ അവൾ അകത്തേക്ക് കയറി. സഞ്ജയ് ആ സമയം ആരോടോ വീഡിയോ കോളിലായിരുന്നു. ചിലങ്ക തിരിച്ചു വന്നെന്ന് കണ്ടതും അവൻ ഫോണുമായി അവൾക്കടുത്തേക്ക് വന്നു. ചിലങ്ക, ഇതവനി. ഇപ്പോൾ വന്നു പോയില്ലേ രണ്ടെണ്ണം, അവരുടെ ചേച്ചി. ചിലങ്ക ഫോണിലേക്ക് നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. ആ സമയം അത്രയും ഫോണിലൂടെ അവളെ അളക്കുകയായിരുന്നു അവനിയുടെ കണ്ണുകൾ. സഞ്ജയെ പോലൊരാളുടെ ഭാര്യയായിരിക്കാനുള്ള എന്ത് യോഗ്യതയാണ് അവൾക്കുള്ളതെന്ന് അവന് മനസ്സിലോർത്തു. പക്ഷെ സഞ്ജയ്ക്ക് അവൾ ജീവനാണ്. തോളിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ചിരിക്കുകയാണ് അവൻ അവളെ. അതിൽ നിന്നും മനസ്സിലാക്കാം അവന് ചിലങ്കയോടുള്ള സ്നേഹം. താൻ മനസ്സിലാക്കിയ സഞ്ജയ് എല്ലാവരോടും ഒരു കയ്യകലം പാലിക്കുന്നവനാണ്. പബ്ലിക്കിന് മുൻപിൽ സ്നേഹം പ്രകടിപ്പിക്കാൻ മടിക്കുന്നവൻ. നീ ചിലങ്കയോടൊന്നും സംസാരിക്കുന്നില്ല? കുറേ നേരമായിട്ടും ഫോണിലൂടെ ചിലങ്കയെ നോക്കി ആലോചനയോടെ ഇരിക്കുന്നവളോടായി സഞ്ജയ് തിരക്കി. അത് ഞാൻ ചിലങ്കയെ പെട്ടെന്ന് കണ്ട ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ. ചിലങ്ക ഓക്കെ അല്ലേ? എങ്ങനെയുണ്ട്? ഞങ്ങളുടെ വീടൊക്കെ ഇഷ്ടമായോ? ഇഷ്ടമായി. ചേച്ചിക്ക് സുഖമാണോ? ആടാ, നന്നായിട്ടിരിക്കുന്നു. സഞ്ജു, ഞാൻ പിന്നെ വിളിക്കാം. ആരോ ഡോർബെല്ലടിച്ചു. ഓക്കെ. മറുപുറം കോൾ കട്ടായതും സഞ്ജയ് അവനെക്കുറിച്ചെല്ലാം ചിലങ്കയോട് പറഞ്ഞു. അവരുടെ വിവാഹത്തിന് 1.5 വർഷം മുമ്പ് അവൾ ഇഷ്ടം പറഞ്ഞതും ശേഷമാണ് അവന് ചിലങ്കയോട് ഇഷ്ടം തോന്നിയതും എന്നെല്ലാം. പക്ഷെ അപ്പോഴും ചിലങ്കയോട് ഇഷ്ടം തോന്നാനുണ്ടായ സാഹചര്യം, അവളെ ആദ്യമായി കണ്ട നിമിഷം, അതെല്ലാം അവൻ മറച്ചു വെച്ചു. അപ്പോൾ ആ ചേച്ചിക്ക് ഇഷ്ടമായിരുന്നല്ലേ ചേട്ടനെ? എന്നിട്ടെന്തേ തിരിച്ചിഷ്ടപ്പെടാഞ്ഞേ? അപ്പോഴേക്കും എനിക്ക് തന്നെ ഇഷ്ടപ്പെട്ടു പോയില്ലേ? അവൻ്റെ ആ സംസാരത്തിൽ അവളുടെ മുഖം ചുവന്നു. അവളുടെ ഭാവങ്ങളെ കണ്ണെടുക്കാതെ നോക്കിയിരുന്നവൻ. അവൻ്റെ നോട്ടം നേരിടാനാകാതെ മുഖം താഴ്ത്തിയിരുന്നു പോയവൾ. നാളെ കോളേജിൽ പോകേണ്ടതല്ലേ? ചിലങ്ക കിടന്നോളൂ. എനിക്ക് കുറച്ച് മെയിൽസ് നോക്കാനുണ്ട്. ഞാൻ കിടക്കാൻ ലേറ്റാവും. തല കുലുക്കിക്കൊണ്ടവൾ കട്ടിലിൻ്റെ ഓരം ചേർന്ന് കിടന്നു, പതിവ് പോലെ. പക്ഷെ കിടന്നിട്ട് അവൾക്ക് എന്തൊക്കെയോ ബുദ്ധിമുട്ട്. ചെറിയ രീതിയിലെ കാൽമുട്ട് വേദനയും അത്ര വലുതല്ലാത്ത തലവേദനയും. അവൾ ഫോണിലെ കലണ്ടറിൽ ഡേറ്റ് നോക്കി. ഇനിയും ഒരാഴ്ചയുണ്ടല്ലോ, അവൾ സ്വയം പറഞ്ഞു. കോളേജിൽ പോകുമ്പോൾ ബാഗിൽ എപ്പോഴും 2-3 പാഡ് കരുതുമായിരുന്നു. ആ ഓർമ്മയിൽ അവൾ ബാഗ് പരതി. ഭാഗ്യം 3 ഉണ്ട്. ബാക്കി നാളെ കോളേജിൽ പോകുമ്പോഴും വാങ്ങാം. അവൾ ഓരോന്നൊക്കെ മനസ്സിൽ കണക്ക് കൂട്ടി. അവനിതെല്ലാം ഒരു കണ്ണാലെ കാണുന്നുണ്ടെങ്കിലും അവന് പ്രത്യേകിച്ച് ഒന്നും മനസ്സിലായില്ല. രാവിലെ തല പൊക്കാൻ പോലും കഴിയാത്തത്ര വേദനയുമായിട്ടാണ് ചിലങ്ക ഉറക്കം ഉണർന്നത്. സാധാരണ എല്ലാ മാസങ്ങളിലും ഇതൊക്കെ പതിവാണ്. ഛർദി, നടുവേദന, തലവേദന, വയറുവേദന തുടങ്ങിയ എല്ലാ വേദനകളും ഉണ്ടാവാറുണ്ട് ആ സമയത്ത്. വീട്ടിലാവുമ്പോൾ വേദനയുടെ തുടക്കം തന്നെ ഉലുവവെള്ളം തിളപ്പിച്ചു കൊടുക്കും പത്മ. പിന്നെ വയറ്റി പിടിക്കാൻ ചൂടുവെള്ളം ഒരു പ്ലാസ്റ്റിക് കുപ്പിയിലാക്കി നൽകും. അവൾക്ക് ആ സമയം പത്മയെ ഒരുപാട് മിസ് ചെയ്തു. അമ്മയുണ്ടായിരുന്നെങ്കിൽ എന്നൊരു ചിന്ത അവളുടെ മനസ്സിലേക്ക് വന്നു. പത്മയെക്കുറിച്ചുള്ള ഓർമ്മകളിൽ അവളുടെ മിഴികൾ നിറഞ്ഞൊഴുകി. ഒപ്പം വയറിൽ നിന്ന് എന്തോ ഉരുണ്ട് കയറി വരും പോലെ ഒരു തോന്നലും. ബെഡിലിരുന്ന് കരയുന്നവളെ കണ്ടാണ് സഞ്ജയ് എക്സസൈസ് കഴിഞ്ഞ് വരുന്നത്. എന്തു പറ്റിയെന്നവൻ ചോദിക്കാൻ വരും മുമ്പേ വാ പൊത്തിക്കൊണ്ടവൾ എഴുന്നേറ്റ് ഓടിക്കഴിഞ്ഞിരുന്നു. ആ നേരം കൊണ്ട് അവനും അവളുടെ അടുത്തേക്ക് വേഗം വന്നു. തുടരും. അടുത്ത പാർട്ടി കഥ തീരും. ഇഷ്ടമെങ്കിൽ ദയവായി സപ്പോർട്ട് തരണേ. ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ ഒരു കുഞ്ഞി ഇമോജി ആണേലും കമൻ്റായിട്ടിടണം കേട്ടോ. സ്വന്തം മിത്ര.